നേച്ചറിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഈസ്റ്റ് ഫോർട്ടിൽ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഇത് ആരംഭിച്ചിട്ട് സുനിൽസ് വാക്സ് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 40ഓളം മെഴുക് പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. ബാക്കി ആരുടെയൊക്കെയാണ് പ്രതിമകളെന്ന് നമുക്ക് അകത്തേക്ക് പോയി കണ്ട് അറിയാം. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ് സമയം. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രൻസ് ഫീസ്. ബാക്കി ഇവിടുത്തെ വിവരങ്ങൾ എന്നാണ് തുടങ്ങുന്നത് നമുക്ക് മാനേജർ അവിടെ റൂമിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോടെ ചോദിക്കും. ഇദ്ദേഹമാണ് ഇവിടുത്തെ ജനറൽ മാനേജർ LR അനിൽകുമാർ എന്നാണ് പേര്. നമുക്ക് ഈ മ്യൂസിയത്തെ കുറിച്ച് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് അറിയാം. നമ്മുടെ ഈ മ്യൂസിയം ഇവിടെ 2019 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ലോണാവാല, അതായത് പൂനെ, മഹാരാഷ്ട്രയിൽ പൂനെയൊക്കെ അടുത്ത് ലോണാവാല എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ 2010 സ്റ്റാർട്ട് ചെയ്തൊരു അടുത്ത മെയിൻ ബ്രാഞ്ച് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ ഉള്ളത്. സുനിൽ കണ്ടല്ലൂർ അവിടെ നിന്ന് പ്രതിമകൾ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഇവിടെ 2014 സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ അടുത്ത മ്യൂസിയം അയോധ്യയിൽ രാമായണ വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത് റെഡിയായിട്ടുണ്ട്. മെയിൽ അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇനാഗ്രേഷൻ. അപ്പോൾ ഇവിടെ 40ഓളം പ്രതിമ ഉണ്ടെന്ന് പറയുന്നത്. അവിടെ ലോണാവാലയിൽ എത്ര ഓളം ഉണ്ടായിരുന്നു? ലോണാവാലയിൽ മോർ ദാൻ 100 പ്രതിമകൾക്ക് മേളിലുണ്ട്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് 40. ഞങ്ങൾ ഇതിൻ്റെ അപ്സ്റ്റേറും കൂടെ എടുക്കുന്നുണ്ട്. അതും കൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രതിമകളുണ്ട് ഇവിടെ. കേരളത്തിലെ ഏതായാലും വേറെ വാക്സ് മ്യൂസിയം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. വേറെ ഇല്ല കേരളത്തിൽ. മുമ്പ് ഇവിടെ എറണാകുളത്ത് ഒബ്രോൺ മാളിൽ ഞങ്ങളുടെ മ്യൂസിയം തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നെ ഷിഫ്റ്റ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത്. അത് 2014-15 കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ രാജകുടുംബമാണ്, തിരുവിതാംകൂർ രാജകുടുംബമാണ് നമുക്ക് ഈ സ്പേസ് തന്നിട്ടുള്ളത് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എത്ര മണി വരെയാണ് സമയം? അപ്പോൾ ഈ വരുന്ന ഗസ്റ്റുകൾക്ക് ഫീസ് എങ്ങനെയാണ്? എന്തെങ്കിലും ഗ്രൂപ്പായി വരുമ്പോൾ റിഡക്ഷൻ ഉണ്ടോ? സ്കൂൾ കുട്ടികൾക്ക് റിഡക്ഷൻ ഉണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്തിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൗത്ത് ഗേറ്റ്, തെക്കേ നടയുടെ അടുത്താണ് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മ്യൂസിയത്തിൽ ഒരുപാട് ഈ അമ്പലം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് കാണാനായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഈ മ്യൂസിയം കണ്ടുപോകുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് സ്കൂൾ കുട്ടികളിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ പാക്കേജാണ്. നോർമലി നമ്മൾ ടിക്കറ്റ് റേറ്റ് 100 രൂപയാണ്. 5 വയസ്സിൻ്റെ താഴെയാണെങ്കിൽ വേണ്ട, ഫ്രീ ആണ്. 5 വയസ്സിൻ്റെ താഴെ. അതിന് മേളിൽ എല്ലാവർക്കും 100 ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫോട്ടോഗ്രാഫി അലൗഡാണ്, വേറെ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. സ്കൂളിൽ നിന്ന് വരുമ്പം അവരുടെ ക്ലാസ് വൈസ്, അതായത് LP സെക്ഷന് 50, UPക്ക് 60, അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ ടീച്ചേഴ്സിന് 10:1 റേഷ്യോയിൽ ഫ്രീ, പിന്നെ കോളേജ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ റേറ്റ്. പിന്നെ അല്ലാതെ പറഞ്ഞാൽ വലിയ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്ക്, കസ്റ്റമേഴ്സിന് ഞങ്ങൾ 10 പേരിന് മേളിലാണെങ്കിൽ 10 പേർക്ക് ഒരാൾ ഫ്രീ, അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ഓരോ പ്രതിമ ചെയ്യുമ്പോൾ ഇതുപോലെ കറക്റ്റ് അളവും കാര്യങ്ങളും എടുത്തിട്ടാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു PS അച്യുതാനന്ദൻ്റെ അളവെടുക്കുന്ന ആ ഒരു ഇതാണ് ഇവിടെ വാളിൽ വെച്ചിരിക്കുന്നത്. അത്രയും പെർഫെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
പ്രകാശ് രാജ്, വില്ലൻ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച പ്രകാശ് രാജിന്റെ പ്രതിമ. ആദ്യം നമ്മൾ 6 കണ്ടു. ഇങ്ങോട്ട് പ്രകാശ് രാജ് 1, ഇവിടെ തന്നെ 7, 1, 8, 6, 14 പ്രതിമ കണ്ടു കഴിഞ്ഞു. അടുത്ത സ്ഥലത്ത് പോവുകയാണ്. ഇവിടെ 2, 3, 4, 5, 6, ഇവിടെയുണ്ട് 6 പേര്. ഇവിടെ തന്നെ തുടങ്ങാം. ഇതിൻ്റെ 8 ആകുക.
സേവാണ് സുനിൽ കണ്ടല്ലൂർ, സ്കൾപ്ചർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. കണ്ടല്ലൂരാണ് കാന്തല്ലൂരാണ്? കണ്ടല്ലൂർ. അതെവിടെയാ സ്ഥലം? ആലപ്പുഴയിൽ. സുനിൽ കണ്ടല്ലൂർ born in കണ്ടല്ലൂർ, a small village in ആലപ്പുഴ district of Kerala. After ഏകദേശം 40ഓളം ബാക്സ് പ്രതിമകൾ നിങ്ങൾ കണ്ടു കാണും. ഇത് കേരളത്തിൽ ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം കാണാനെത്തുന്നവർ ഉറപ്പായും ഈ ബാക്സ് മ്യൂസിയം സന്ദർശിക്കുക. 40ഓളം മെഴുകു പ്രതിമകളെ കണ്ട്, അതായത് ഒറിജിനലിനെ വെല്ലുന്ന പ്രതിമകളാണ്. ജീവനുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഈ പ്രതിമകളെ കണ്ട് തിരിച്ചു പോവുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.